ഇനി നമുക്ക് ആപ്പിളും ഈന്തപ്പഴവും ബദാമും കൂടിയിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തേങ്ങി നോക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമുക്കറിയാലോ ഷേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെ. പിന്നെ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പൊ ഞാനിപ്പോൾ താമസിക്കുന്നത് ന്യൂയോർക്കില് ഡിക്സ് ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഈ ഏരിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു നല്ല സീനറി ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പൊ ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈന്തപ്പഴം കുരുകളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തേക്കണ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈന്തപ്പഴമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന ഈന്തപ്പഴം സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഈന്തപ്പഴം നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ ആ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളം ഒന്ന് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ടും വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളം കളയണ്ട. ആ വെള്ളം കൂടിയിട്ട് നമുക്ക് ഈ ജ്യൂസിൻ്റെ കൂടെ ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല ഹാർഡാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടില്ല. പിന്നെ വേണ്ടത് ആപ്പിളാണ്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു ആപ്പിളാണ് എടുത്തേക്കുന്നത്. പിന്നെ ആൽമണ്ട് എടുത്തിട്ടുണ്ട്. ആൽമണ്ട് ഞാനിവിടെ ഒരു പിടി ആൽമണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാല് ഞാനിവിടെ നല്ല തണുത്ത പാലാണ് എടുത്തേക്കുന്നത്. ആ പാല് ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ട് ഒരളവില്ല. അത് നമ്മുടെ ഈ ഷേക്കിന് എന്തോരം തിക്നെസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ പാല് ചേർത്തിട്ട് കൊടുക്കണം. പാല് ചേർക്കുമ്പോഴായിരുന്നാലും നല്ല തണുത്ത പാല് ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആപ്പിളിൻ്റെ തൊണ്ട് കളയുന്നില്ല. നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ കളയാം. പക്ഷെ അത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ അരച്ചിട്ട് എടുക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ചേർന്ന് വന്നോളൂ. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് നമുക്ക് നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് ആൽമണ്ട് ചേർക്കുക. ഞാനിവിടെ ആൽമണ്ട് തൊണ്ട് കളയാണ്ടാണ് ചേർക്കുന്നത്. അതങ്ങനെ തൊണ്ട് കളയണമെന്നില്ല. കാരണം ആൽമണ്ടിൻ്റെ തൊണ്ടിലായിരുന്നാലും നന്നായിട്ട് വൈറ്റമിനൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർ ഒന്നല്ലെങ്കിൽ ആൽമണ്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് തൊണ്ട് കളഞ്ഞിട്ട് എടുക്കും. പക്ഷെ തൊണ്ട് കളയണ്ട. ഇത് നമ്മൾ അരച്ചിട്ട് എടുക്കുമ്പോൾ ആ തൊണ്ട് എല്ലാം കൂടിയിട്ട് ഈ ഷേക്കിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സായിട്ട് വന്നോളൂ. ഇതിലേക്ക് ഈന്തപ്പഴം ചേർക്കാം. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആപ്പിൾ ചേർക്കാം. ആപ്പിളായിരുന്നാലും ഞാനിവിടെ തൊണ്ട് കളയണില്ല. ഇതിൻ്റെ ഉള്ളിലെ കുരു മാത്രമേ കളയണുള്ളൂ. പിന്നെ ഈ ആപ്പിളിൻ്റെ തൊണ്ടിനായിരുന്നാലും ഭയങ്കര കട്ടിയും കുറവാണ്. നിങ്ങൾക്ക് തൊണ്ടും നല്ല കട്ടിയുള്ള ആപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. പക്ഷെ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈന്തപ്പഴത്തിന് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ സെപ്പറേറ്റ് പഞ്ചസാര ചേർക്കണ്ട. ഇതിലേക്ക് പാല് ചേർക്കാം. പാല് ചേർക്കുമ്പോൾ ഫസ്റ്റ് കുറച്ച് ചേർക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഷേക്കിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് പാല് ചേർത്തിട്ട് കൊടുക്കാം. കാരണം ഫസ്റ്റ് തന്നെ കുറേ പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞു കിട്ടില്ല. നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം. ഇതിലേക്ക് ഐസ് ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് ആ ബാക്കിയുള്ള പാലും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് പാലെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഷേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച്
ബദാം ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ നല്ല തണുപ്പോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതായത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം ഇതിലേക്ക് നമ്മൾ ആപ്പിൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്രഷോട് കൂടിയിട്ട് കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് നേരത്തേക്കൊന്നും പെട്ടെന്നൊന്നും വിശക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇത് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് താനും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.